നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ലീഗിനെ കൂട്ടുപിടിച്ചാണെങ്കിലും സർക്കാരിനെ താഴെ ഇറക്കുമെന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ്റെ പ്രസ്താവന മുസ്ലിം ലീഗ് നേതൃത്വം തള്ളി. ജനതാദൾ യുവിനെയും RSPയെയും കിട്ടാത്തതിൻ്റെ നിരാശയാണ് CPMന് എന്നായിരുന്നു ജനറൽ സെക്രട്ടറി KPA മജീദിൻ്റെ പ്രതികരണം. മുന്നണി മാറ്റ ചർച്ചകളൊന്നും ലീഗ് നടത്തിയിട്ടില്ലെന്ന് ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ വിശദീകരിച്ചു. അതിനിടെ ലീഗിന് CPIM അയിത്തം കൽപ്പിച്ചിട്ടില്ലെന്ന് പാർലമെന്ററി പാർട്ടി നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഒരു ദിനപത്രത്തിന് അഭിമുഖവും നൽകി. UDF നാറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാറികളായിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള ഭരണത്തെ താഴെ ഇറക്കാൻ ആര് മുന്നോട്ട് വന്നാലും അതിനെ സ്വീകരിക്കും. മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നാൽ തീർച്ചയായും സ്വീകരിക്കും. ഈ RSPയെക്കാളും ഏറ്റവും മെച്ചപ്പെട്ട നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. EP ജയരാജന്റെ പ്രസ്താവനയോടെ നിലവിലെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പല ചോദ്യങ്ങളും ഉയർന്നു വന്നു. ലീഗിന്റെ കോണി വലത്തുനിന്ന് ഇടത്തോട്ട് ചായുമോ എന്നതായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്ന പ്രധാന സംശയം. ലീഗിനെ പ്രശംസിച്ച EPയുടെ വാക്കുകളെ സ്വാഗതം ചെയ്ത ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ കാര്യം റിപ്പോർട്ടറോട് വ്യക്തമാക്കി. ഈ നിമിഷം വരെ രഹസ്യമായോ പരസ്യമായോ ഒരു മുന്നണി മാറ്റ ചർച്ചയും ലീഗ് നടത്തിയിട്ടില്ല. ലീഗ് വിശ്വസിക്കാൻ പറ്റിയ പാർട്ടിയാണ് അദ്ദേഹം പറഞ്ഞത്, നല്ല കാര്യം. പക്ഷേ പൊളിറ്റിക്കലായി LDF മുന്നണിയുമായി ചേരുന്നത് സംബന്ധിച്ച ഒരു പ്രിലിമിനറി ഡിസ്കഷൻ ഞങ്ങൾ നടത്തിയിട്ടില്ല. പിന്നാലെ ജനറൽ സെക്രട്ടറി KPA മജീദ് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി. RSPയെയും ജനതാദൾ യുവിനെയും കൂടെ കിട്ടാത്തതിന്റെ നിരാശയാണ് CPIMന്. അതുകൊണ്ടാണ് ലീഗിന്റെ പുറകെ കൂടിയത്. എന്നാൽ സർക്കാരിനെ അട്ടിമറിക്കാൻ ലീഗില്ല. JDUവിനെയും RSPനെയൊക്കെ പോയി കണ്ടത് നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ അവരെടുക്കുന്ന ഒരു പുതിയ തന്ത്രമാണിത്. UDFന്റെ ജാഥ തന്നെ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ അവർ നിന്നത്. UDF ജാഥ അവിടെ ഐക്യത്തോടു കൂടി എല്ലാ കക്ഷിയും ഒറ്റക്കെട്ടായി നടത്തുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയുള്ള ഒരു നിരാശയിൽ നിന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM ലീഗിന് അയിത്തം കൽപ്പിച്ചിട്ടില്ലെങ്കിലും തൊട്ടുനോക്കാൻ ഞങ്ങൾ പോയിട്ടില്ലെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. ലീഗ് നേതാക്കൾ ഒന്നടങ്കം EP ജയരാജനെ തള്ളിയതോടെ ലീഗിന്റെ കോണി വലത്തേക്ക് തന്നെ തൽക്കാലം ചാരി നിൽക്കുമെന്ന് ഉറപ്പായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് ശ്രീ സണ്ണി ജോസഫ് MLA, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A സജീവൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എന്തിനാണ് ഇപ്പോൾ ലീഗിന് പിന്നാലെ CPIM വീണ്ടും നടക്കുന്നത്? CPIMന് അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ലീഗ് ഉൾപ്പെടെയുള്ള UDF ഗവൺമെന്റ് ഈ 4 വർഷക്കാലമായി നടത്തിയ അഴിമതി ഭരണത്തിന്റെ ജീർണത നിറഞ്ഞു നിൽക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഏത് കുഞ്ഞും ഈ ഗവൺമെന്റ് തുടരാൻ പാടില്ല, ഈ ഗവൺമെന്റിന്റെ ഭരണം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമായി തന്നെ ആരുടെയും സഹായമില്ലാതെ ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോൾ മറിച്ച് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസങ്ങൾ കൊണ്ട് ലീഗിനെ പോയി കൂട്ടുപിടിക്കുകയോ വേറെ ഏതെങ്കിലും കക്ഷികളെ ഇന്ന് UDF നിൽക്കുന്നവരെ അറസ്റ്റിയെടുത്തോ ഒരു ഭരണം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതേ ഇല്ല. പിന്നെ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിലേക്ക് വേണ്ടി അതിനകത്ത് ഈ നാട്ടിൽ സഹിച്ച് നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇറങ്ങിപ്പോയാൽ അവരെ അവിടെ തന്നെ നിർത്തണമെന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അവരെ അവിടെ നിർത്തി UDFനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ നയമല്ല. UDFനെ കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം ആ അവസരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ വിഴുപ്പ് ഭാണ്ഡം കേരള ജനതയുടെ തലയിൽ നിന്ന് താഴെ ഇറക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തും. അങ്ങനെ നടന്ന കൂട്ടത്തിൽ അത് മനസ്സിലായി ഏതെങ്കിലും UDFിലുള്ള കക്ഷികൾക്ക് അവിടെ തുടർന്നത് ശരിയല്ല, അതിൽ നിന്ന് ഒഴിവായി തങ്ങളുടെ മാനം രക്ഷിക്കണമെന്ന് അവർക്കാർക്കെങ്കിലും തോന്നിയാൽ അതല്ല, നിങ്ങൾ അവിടെ UDFിൽ തന്നെ നിന്നോളണമെന്ന് അവരെ സമ്മർദ്ദം ചെലുത്താനും ഞങ്ങളില്ല. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, താങ്കൾ ഈ പറയുന്ന രാഷ്ട്രീയം അത് എന്തുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീ EP ജയരാജന് ഇന്നലെ മനസ്സിലാകാതെ പോയത്? EP ജയരാജൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഈ സർക്കാരിനെ താഴെ ഇറക്കും. അതുപോലെ RSPയേക്കാൾ ശരിയായ നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത്. മുസ്ലിം ലീഗിനെ കുറിച്ച് CPIMന്റെ വിലയിരുത്തൽ എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗുമായി ഒരു മുന്നണി എന്ന ആലോചന അത് CPIMനുണ്ടോ? RSP ആയാലും മുസ്ലിം ലീഗ് ആയാലും UDFിൽ നിൽക്കുന്ന കക്ഷികൾ ആ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം
RSP ഒരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള ഒരു ദേശീയ നിലപാട് അതിന്റെ ദേശീയ നേതൃത്വം എടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ കേരളത്തിലെ ഘടകം ഈ വീഴ്ച ചുമക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ നിന്നോട്ടെ. അതേസമയം ഇടതുപക്ഷ മതേതര ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാക്കും, അവരുടെ ഐക്യം ശക്തിപ്പെടുത്തുമെന്ന പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനം അനുസരിച്ച് ഉള്ള നിലപാടാണ് ഞങ്ങൾ RSP സംബന്ധിച്ചെടുക്കുന്നത്. പക്ഷേ ശ്രീ ആനത്തലവട്ട ആനന്ദൻ, അങ്ങ് ആ ഒരു നിലപാടാണ് RSPയെ കുറിച്ച് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം. അതിന് RSPയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഇടത് ഐക്യം ശക്തിപ്പെടുത്തുക എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളതെങ്കിൽ ആ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആ നിലപാട് അറിയാവുന്ന ശ്രീ EP ജയരാജൻ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നീക്കം നടത്തുന്നതിനെക്കുറിച്ചും RSPയേക്കാൾ നല്ല നിലപാടാണ് ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിനുള്ളത് എന്നും അഭിപ്രായപ്പെടുന്നത് അദ്ദേഹത്തിന് ആ രാഷ്ട്രീയം മനസ്സിലാകാത്തത് കൊണ്ടാണോ, അതോ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് സംസ്ഥാന നേതൃത്വത്തിന് ഇല്ലാത്തത് കൊണ്ടാണോ? പാർട്ടിയിലെ സംസ്ഥാന സെന്ററിന് വ്യക്തമായ നിലപാടുണ്ട് ഈ കക്ഷികളെ കുറിച്ച്. ജയരാജൻ ഏത് കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാലേ അറിയാവൂ. ഞാൻ ജയരാജന്റെ പ്രസംഗവും പ്രസ്താവനയും കേട്ടില്ല. അതുകൊണ്ട് ജയരാജൻ പാർട്ടിയുടെ നിലപാടല്ലാതെ മറിച്ചൊരു നിലപാട് ജയരാജൻ പറയാനിടയില്ലെന്നാണ് എന്റെ വിശ്വാസം. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, CPIM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ശേഷം VS അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിൻ്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതുമാണ്. അതിൽ 5 കാര്യങ്ങളായിരുന്നു VS അച്യുതാനന്ദൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒന്ന് TP വധം, മറ്റൊന്ന് അദ്ദേഹത്തിനെതിരെ പാർട്ടി പുറപ്പെടുവിച്ച പ്രമേയം, അതുപോലെ തന്നെ പാർട്ടി സമ്മേളന റിപ്പോർട്ടിൽ VS-നെതിരായി ഉൾപ്പെടുത്തിയ പരാമർശങ്ങൾ, കേരളത്തിലെ പാർട്ടി സംഘടനയുടെ അവസ്ഥ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം VS എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് ആ കത്ത് പുറത്തു വന്നപ്പോൾ താങ്കൾക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ പാർട്ടി മുസ്ലിം ലീഗുമായി ഒരു രഹസ്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, രഹസ്യ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നു, മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ നടന്നിരിക്കുന്നു. ഇത് കേരള പാർട്ടി 85-ൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയതും അതിനുശേഷം പാലക്കാട് സമ്മേളനത്തിന് ശേഷം വ്യക്തത വരുത്തിയതുമാണ്. അത് വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്ന്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഈ നീക്കത്തെക്കുറിച്ച് പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് കത്തെഴുതേണ്ടി വന്നിരിക്കുന്നു? എന്തുകൊണ്ട് EP ജയരാജൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു? ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. VS ഉയർത്തിയ പ്രശ്നങ്ങളെല്ലാം പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ചർച്ച ചെയ്തൊരു തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ആ തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി താൻ നേരത്തെ എടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം കേന്ദ്രത്തിന് കത്തെഴുതിയത്. അത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറയുകയുണ്ടായി. ഈ അടുത്തു കൂടുന്ന സെൻട്രൽ കമ്മിറ്റി അതേ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ കത്തെഴുതിയത് കൊണ്ട് ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗുമായിട്ടോ മറ്റാരെങ്കിലുമായിട്ടോ കൂടാനായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്ന പ്രശ്നം മറ്റൊരു സംസ്ഥാനത്തുമല്ല, ആകെയുള്ളത് ഇവിടെയാണ്. ഇവിടുത്തെ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ചോളം മുസ്ലിം ലീഗുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന വിവരം അതേ ഉള്ളു. പിന്നെ വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ചർച്ച ചെയ്ത വിവരമാണോ പറയുന്നതെന്നുള്ളവരെ എനിക്കറിഞ്ഞൂടാ. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ സണ്ണി ജോസഫ്, മുസ്ലിം ലീഗിന് വേണ്ടി ഒരു ശ്രമം CPIM-ന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു. താങ്കൾക്കറിയാം, നേരത്തെ ഇതുപോലെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ വരികയാണ്. ഇതുപോലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു പ്രത്യേക രീതിയിലുള്ള ഐക്യം CPIM-ഉം മുസ്ലിം ലീഗും തമ്മിൽ രൂപപ്പെട്ടത്. അതിന് സമാനമായ ഒരു പ്രവർത്തനത്തിൽ CPIM ഏർപ്പെട്ടിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ലേഖനം, അതൊരു മൃദു സമീപനം അതിനോട് സ്വീകരിക്കുന്നുണ്ട്. അതേസമയം പാർട്ടി മൊത്തത്തിൽ, മുസ്ലിം ലീഗ് പാർട്ടി മൊത്തത്തിൽ ഇപ്പോൾ വ്യത്യസ്തമായൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു സാധ്യത തെളിയുന്നതായി മലബാർ മേഖലയിൽ നിന്നുള്ള ഒരു നേതാവ് എന്ന നിലയിൽ താങ്കൾക്കതിൽ വ്യക്തതയുണ്ടോ? ഇല്ല പ്രകാശ്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് അധികാര കൊതിയാണ്. അധികാരം അവർക്കില്ലാതെ ഒരു സെക്കൻഡ് പോലും ഇനി കേരളത്തിൽ പോകാൻ കഴിയില്ല. പശ്ചിമ ബംഗാൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു, ദേശീയ തലത്തിൽ ഒറ്റപ്പെട്ടു. ഇതെല്ലാം മനസ്സിലാക്കുന്ന കേരള ഘടകവും എങ്ങനെയും അധികാരത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമമാണ്. അതുകൊണ്ടാണ് ആരെയും പിടിക്കും, പരനാറികൾ എന്ന് വിളിച്ചവരെയും അവരിപ്പോൾ പുകട്ടാൻ തയ്യാറാകും.
എല്ലാ പാർട്ടികളെയും അവരിപ്പോൾ മുന്നണിയിൽ ചേർക്കാൻ റെഡിയാണ്. പക്ഷെ ഇവരാരും ചേരാൻ തയ്യാറല്ല. RSP ചേരാൻ തയ്യാറല്ല. സോഷ്യലിസ്റ്റ് ചെയ്യുന്നത് തയ്യാറല്ല. അങ്ങനെ വന്നപ്പോഴാണ് കിട്ടിയാൽ പോകുന്ന ആനയ്ക്ക് വില പറയുന്ന സ്ഥിതിയാണ്. കിട്ടിയാലൊരു ആന, പോയാലൊരു വാക്ക്. ഇതാണ് CPM-നെ സംബന്ധിച്ച്, ജയരാജനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലബാർ റോവിയെ സംബന്ധിച്ച് അവർക്ക് അധികാരം വേണം. അക്രമ രാഷ്ട്രീയത്തിന് അധികാരം വേണം. അഴിമതി രാഷ്ട്രീയത്തിന് അധികാരം വേണം. അതിനുവേണ്ടി തന്നെയാണ് അവർ ലീഗിനോടും ഇങ്ങനെ ഒരു പ്രേമം, വൺ സൈഡഡ് പ്രേമം, ഏകപക്ഷീയമായിട്ടുള്ള പ്രേമം, അതിന് ലീഗ് നേതാക്കന്മാർ വളരെ വ്യക്തമായ മറുപടി, കർക്കശ സ്വഭാവത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. ഈ ബന്ധത്തിന് ഞങ്ങളില്ല. ലീഗിനെ എത്രമാത്രം പീഡിപ്പിച്ചവരാണ്. ശ്രീ സണ്ണി ജോസഫ്, അങ്ങനെ പൂർണ്ണമായി പറയാൻ കഴിയുമോ? ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഗൾഫ് രാജ്യത്ത് വച്ച് CPM-ന്റെ ഒരു ഉന്നതനായ നേതാവും മുസ്ലിം ലീഗിൻ്റെ ഒരു ഉന്നതനായ നേതാവും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഈ പാർട്ടി നേതാക്കളെല്ലാം മാധ്യമപ്രവർത്തകരോടും സമ്മതിക്കുന്നതാണ്. ചില ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന്. അതിനെക്കുറിച്ച് വ്യക്തമായ വിവരം VS അച്യുതാനന്ദനുള്ളത് കൊണ്ടാണ് മുസ്ലിം ലീഗ് പോലുള്ളൊരു പാർട്ടിയുമായിട്ടല്ല ഇടതുപക്ഷം സഖ്യമുണ്ടാക്കേണ്ടത്, അവരെയല്ല UDF-ൽ നിന്ന് കൂട്ടേണ്ടത്, മറിച്ച് നമ്മുടെ ഒപ്പം നിന്ന് ഇവിടെ നിന്ന് വിട്ടുപോയവരെ കൂട്ടണം എന്ന നിലപാട് VS അച്യുതാനന്ദൻ സ്വീകരിക്കുകയും JDU-ആയും RSPക്ക് വേണ്ടിയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നത്. ആ സംസാരത്തോട് വളരെ എതിരായ നിലപാട്, പാർട്ടി വിരുദ്ധമായ ഒരു സമീപനം VS സ്വീകരിച്ചിരിക്കുന്നു എന്ന് സംസ്ഥാന നേതൃത്വം അതിൻ്റെ സമ്മർദ്ദം ഉപയോഗിച്ച് പോളിറ്റ് ബ്യൂറോയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും വൺ സൈഡാണ് എന്ന് പറയാൻ കഴിയുമോ? അത് വൺ സൈഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? EP ജയരാജന്റെ സ്റ്റേറ്റ്മെന്റിനോട് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ET മുഹമ്മദ് ബഷീർ, ഇന്ന് വടക്കൻ മേഖല UDF ജാഥയുടെ ലീഡർ കൂടിയായ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KPM മജീദ്, ഇവരെ അർത്ഥശങ്കക്കിടയില്ലാതെ വണ്ണം ഞങ്ങൾ UDF-ൽ തന്നെ, ഞങ്ങൾ ഈ മുന്നണി തകർത്ത് അപ്പുറത്തേക്കില്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ദിവാസ്വപ്നം പൂവണിയുന്നില്ല എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമായിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോൾ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാര് പ്രത്യേകിച്ച് ദൂരങ്ങളിൽ കാണുമ്പോൾ, ഗൾഫിൽ വെച്ച് രണ്ട് രാഷ്ട്രീയ എതിരാളികൾ തന്നെ കണ്ടാൽ അവിടെ ചെല്ലുമ്പോൾ അവർ നാട്ടുകാരായി, സുഹൃത്തുക്കളായി, അവർ ചിലപ്പോൾ ഒരു മുറിയിൽ ഇരുന്നവരും സംസാരിച്ചെന്നവരും, രാഷ്ട്രീയ മാറ്റത്തിന് വഴിതെളിക്കുന്ന ഒരു സംഭവ വികാസവുമില്ല. 5ാം മന്ത്രി പ്രശ്നത്തിൽ ലീഗിനെ ഏറെ കുത്തിനോവിച്ചവരാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഏറെ അധിക്ഷേപിച്ചവരാണ്. ഷുക്കൂറിനെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയവരാണ്. നാദാപുരത്തെ മുസ്ലിം ലീഗുകാരുടെ വീടുകൾ കൊള്ളയടിച്ചവരാണ്. മലബാറിൽ മുസ്ലിം ലീഗിനെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്നവരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. പക്ഷെ അവരെ വെടക്കാക്കി തനിക്കാക്കാനും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ശ്രമം വിലപ്പോവില്ല. വ്യക്തമാണ്. ദയവായി താങ്കൾ തുടരണം. ശ്രീ A. സജീവൻ, മലബാറിലെ രാഷ്ട്രീയം താങ്കൾക്കറിയാം. ഇപ്പോൾ 85-ൽ അഖിലേന്ത്യാ ലീഗ് ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് ശരീഅത്ത് വിവാദം ഉയർത്തിക്കൊണ്ട് EMS നമ്പൂതിരിപ്പാട് അഖിലേന്ത്യാ ലീഗിനെ പറഞ്ഞുവിട്ടു. മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായും കൂട്ടുചേർന്നാൽ മാത്രമാണ് ഇനി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച MV രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം 87-ലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയത്തെ വർഗീയതയ്ക്കെതിരായ വിജയമായി വിശേഷിപ്പിച്ചു. അന്ന് EMS പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം തന്നെ അപകടകരമാണ് ന്യൂനപക്ഷ വർഗീയതയും എന്നാണ്. ഇന്നിപ്പോൾ ഭൂരിപക്ഷ വർഗീയത കേന്ദ്രത്തിൽ അധികാരത്തിലാണ്, കേരളത്തിലും വോട്ട് തേടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ രാഷ്ട്രീയം CPIM മുന്നോട്ട് വയ്ക്കുന്നത് ഗുണകരമാണോ? ഒന്ന്. മറ്റൊന്ന്, അത് ഫലപ്രാപ്തിയിലെത്താൻ CPIM-നകത്തെ രാഷ്ട്രീയ ബലാബലം, ഇപ്പോൾ ഗോർബച്ചേവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട VS അച്യുതാനന്ദൻ ശക്തമായ എതിർ നിലപാടിലാണ്. അതിന് സാധ്യതയുണ്ടോ? VS അച്യുതാനന്ദൻ ഇപ്പോഴത്തെ സംസ്ഥാന ഘടകം എടുക്കുന്ന ഏത് തീരുമാനത്തെയും എതിർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതേസമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ബന്ധവും ഈ EMS-ന്റെ കാലത്ത് ലീഗിനെ പുറത്താക്കിയതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ യോജിക്കണമെന്നില്ല. കാരണം തീർത്തും വർഗീയ പാർട്ടിയും തീർത്തും അപകടകരമായ പാർട്ടിയുമല്ല മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൽ സാമുദായിക പക്ഷപാതം ഉണ്ടെങ്കിൽ പോലും മതേതരത്വം അംഗീകരിക്കുകയും അതിനോട് മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ്. അപ്പം അങ്ങനെയുള്ള പാർട്ടിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യോജിക്കുന്നതുകൊണ്ടോ തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുന്നതുകൊണ്ടോ ഒക്കെ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല.
മറ്റ് പല പാർട്ടി നേരത്തെ PDPയെ കുറിച്ച് VS അച്യുതാനന്ദൻ ഉയർത്തിയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് ന്യായീകരിക്കാം. മറ്റേതെങ്കിലും പാർട്ടികളോട് PDPയോട് SDPIയോടൊക്കെ CPM അടുക്കുകയാണെങ്കിൽ അതിനെ എതിർക്കുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷേ ലീഗ് ഇവിടെയുള്ള മുസ്ലിം വിഭാഗത്തിലെ വർഗീയ പാർട്ടികളെ നഖശികാന്തം എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. അതിന് സാമുദായികമായ താല്പര്യങ്ങളുണ്ട്, അതിൽ സംശയമില്ല. പേരിൽ തന്നെ അതുകൊണ്ടുള്ള കാര്യം ശരിയാണ്. പക്ഷേ മുസ്ലിം ലീഗിന് അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു വർഗീയ പാർട്ടി ഇപ്പം BJPയെ പറയുന്ന പോലെ തീർത്തും വർഗീയ താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു പാർട്ടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് CPMന് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ലീഗിനെ കൂട്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് അതൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് EP ജയരാജൻ ഇപ്പോൾ നടത്തിയ പ്രസ്താവന, അങ്ങനെ ഒരു ചർച്ച അകത്ത് നടന്നാൽ പോലും രാഷ്ട്രീയ തന്ത്രങ്ങൾ നടപ്പാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെത്തുന്നതിന് മുമ്പേ പരസ്യമായിട്ട് പൊതുരംഗത്ത് വെച്ച് പൊതുസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുയോഗത്തിൽ വെച്ച് വിളിച്ചു പറയുക ലീഗിനെ കൂട്ടുപിടിച്ചാലും UDFനെ തകർക്കുമെന്നുള്ള പറയുമ്പോൾ ലീഗിന് തങ്ങൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അതൊരു ഇൻസൾട്ടിങ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. മാത്രമല്ല ഇപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് EP ജയരാജൻ്റെ വാക്കുകൾ അദ്ദേഹം അത് പിന്നീട് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നുക CPM എന്ന് പറയുന്ന പാർട്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നാലെ പോയിട്ട് നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞ പോലെ അധികാരത്തിന് വേണ്ടിയിട്ട് എന്തും കളിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടാക്കും. സത്യത്തിൽ അങ്ങനെ തോന്നലുണ്ടാക്കുന്നതിൽ EP ജയരാജൻ്റെ പ്രസ്താവന വഴിവെച്ചുള്ള കാര്യം ശരിയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ലീഗുമായിട്ട് മാന്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ ധാരണയ്ക്ക് CPM തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് തള്ളിപ്പറയേണ്ട കാര്യമൊന്നുമില്ല. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ A സജീവൻ ചൂണ്ടിക്കാണിച്ച ആ നിലപാട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി മതേതരത്വം പുലർത്തുന്ന കുറച്ചുകൂടി പൊതുസമ്മതമായ ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന കാഴ്ചപ്പാട്. അവരുമായി ഒരു സഖ്യമാകുന്നതിൽ തെറ്റില്ല എന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണം, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇവിടെ എന്റെ സ്നേഹിതൻ സണ്ണി ജോസഫ് പറയുണ്ടായി അധികാരത്തിന്റെ ആർത്തിയാണ് CPMന്. എന്നെ സണ്ണി ജോസഫിന് അറിയാമല്ലോ, ജ്യോതി ബാസുവിനെ CPMന്റെ നേതാവിനെ പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ട പറഞ്ഞ പുറങ്കാല് കൊണ്ട് തട്ടിക്കളഞ്ഞ പാർട്ടിയാണ് CPIM. പിന്നെ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് CPMന് വലിയ ആർത്തി എന്നാണ്. വാസ്തവതയുടെ ചാരിത്ര്യ പ്രസംഗം പോലെ ആണ് എന്ന് സ്നേഹിതൻ സണ്ണി ജോസഫിന്റെ പ്രസംഗം. ആരാണ് അഴിമതിയുടെ ചളിക്കുണ്ടിൽ കിടക്കുന്നത്? ആ ചളിക്കുണ്ടിൽ കിടക്കുന്ന ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അതിലേക്ക് വരാം. പക്ഷെ മുസ്ലിം ലീഗുമായി ഒരു ബന്ധം അത് സാധ്യമാണോ CPIMന്? അർത്ഥത്തിൽ തന്നെ ഗൗരവത്തിൽ തന്നെ നിരാകരിക്കുകയാണ് ആ ആക്ഷേപങ്ങളെയൊക്കെ തന്നെ. ഇവിടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞത് മതഭീഷണിയും മതാധിഷ്ഠിത രാഷ്ട്രവും കെട്ടിപ്പിടിക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടം വന്നിരിക്കുന്ന അവസരത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അവര് തീരുമാനമെടുക്കാതെ അവരിപ്പോഴെടുക്കുന്ന നിലപാട് മതേതരത്വ നിലപാടാണെന്ന് പറച്ചിലല്ലാതെ പ്രവൃത്തി അവരും അതേപോലെ ഒരു വർഗീയ പാർട്ടിയെ പോലെ പ്രവർത്തനം നടത്തുന്നവരാണ്. അങ്ങനെ ഉള്ളപ്പോ പിന്നെ ഇവിടുത്തെ CPMന്റെ സംസ്ഥാന ഘടകം അവരെ ഇങ്ങനെ മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. എന്റെ ബഹുമാന്യനായ സുഹൃത്ത് സജീവൻ പറഞ്ഞാൽ തന്നെ ഇവിടെ EP ജയരാജൻ അദ്ദേഹം എന്നേക്കാൾ കൂടിയ കമ്മിറ്റിയിലുള്ള ആളാണ്, കേന്ദ്ര കമ്മിറ്റിയുള്ള ആളാണ്. അവിടെ എന്തെങ്കിലും ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. എന്തായാലും കേരള ഘടകം ലീഗിനെ കൂട്ടാനോ ക്ഷണിക്കാനോ തീരുമാനിച്ചിട്ടില്ല. വളരെ വ്യക്തമാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ താങ്കളുടെ നിലപാട്. ശ്രീ KM ഷാജഹാൻ, ആദ്യം മാണിയുടെ പുറകെ, അതിനുശേഷം ആദിവാസി ഭൂമി കയ്യേറി എന്ന ദേശാഭിമാനി തുടർ ലേഖനങ്ങൾ എഴുതിയ MP വീരേന്ദ്രകുമാറിൻ്റെ പിന്നാലെ, അതിനുശേഷം RSPയുടെ പിന്നാലെ, ഇപ്പോൾ അവസാനം ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തി. ആ കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി സ്വയം പുലിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ KT ജലീലിനെ മത്സരിപ്പിച്ചു, മലപ്പുറം ചുമന്നു എന്ന് പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ അണികളെയും മുസ്ലിം സമുദായത്തെയും ആകർഷിച്ചു എന്ന് പറഞ്ഞു, ബദലുണ്ട് എന്ന് കാണിച്ചു. എന്നിട്ടെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ലീഗുമായി ചേരുന്ന ആരെങ്കിലുമായി കൂട്ടുചേരുന്ന ഒരു സമീപനം എന്തുകൊണ്ട് CPIM ഈ നിലപാടിലേക്ക് എത്തി? ആനത്തലവട്ട ആനന്ദൻ എൻ്റെ പ്രകാശ് എന്തോക്കെ ഇവിടെ പറയുന്നത് കേട്ടു. പ്രകാശ് പറഞ്ഞതിൽ അത് പൂർണ്ണമായിട്ടുണ്ട്. എനിക്കൊന്ന് ബാലകൃഷ്ണപിള്ളയുടെ കാര്യം പ്രകാശ് വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു.
അതായത് 17 വർഷക്കാലം സമരം ചെയ്ത് 69 ദിവസം ജയിലിലടച്ച ബാലകൃഷ്ണപിള്ളയല്ല, ബാലകൃഷ്ണപിള്ളയുടെ അപ്പുറത്തുള്ളവർ വന്ന് അഴിമതിക്കെതിരെ പറഞ്ഞാലും അവരെ കൂടെ നിർത്തും എന്ന് പറഞ്ഞ നേതാവ് VS അച്യുതാനന്ദൻ. അപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു, അങ്ങനെയെങ്കിൽ ദാവൂദ് ഇബ്രാഹിം അഴിമതിക്കെതിരെ പറഞ്ഞാലും അച്യുതാനന്ദൻ കൂടെ നിർത്തുമായിരുന്നുവെന്ന്. ആ ബാലകൃഷ്ണപിള്ളയെ കൂടെ നിർത്തുന്നു. അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ച ഗണേഷ് കുമാറിനെ തൊട്ടപ്പുറത്തിരുത്തുന്നു. കാമഭ്രാന്തനാണ് അച്യുതാനന്ദൻ എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. അദ്ദേഹത്തെ തൊട്ടപ്പുറത്ത് ഇരുത്തുന്നു. അപ്പോൾ ഈ നിലയിൽ അധികാരമില്ലാതെ, അത് ആനത്തലവട്ട ആനന്ദൻ ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ആനത്തലവട്ട ആനന്ദൻ മറ്റേ ജ്യോതിബാസുവിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അന്ന് CPM ഒരു വലിയ പാർട്ടിയായിരുന്നു. ഇന്ന് CPM എന്ന് പറഞ്ഞ പാർട്ടി ഈ ആനത്തലവട്ട ആനന്ദനൊക്കെ ഇരിക്കുന്ന AKG സെൻറ്റർ പോലുള്ള സ്ഥലങ്ങളിലേക്ക്, കേരളത്തിലേക്കൊക്കെ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്നത് ആനത്തലവട്ട ആനന്ദനെ പോലുള്ള ആളുകൾ കാണുന്നില്ല. കാണാത്ത സാഹചര്യത്തിൽ അവരിപ്പോഴും എന്തോ വലിയ ആനപ്പുറത്തിരിക്കുകയാണ്. അവരൊരു യഥാർത്ഥത്തിൽ ഇപ്പോൾ ആനത്തലവട്ട ആനന്ദൻ ഒരു കുഴിയാനയുടെ പുറത്താണ് ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്തോ വലിയ കൊമ്പനാനയുടെ പുറത്തിരിക്കുകയാണെന്ന് ധരിച്ച് വശായിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ 1% 1 മിനിറ്റ് പോലും അധികാരമില്ലാതെ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം. ആ EP ജയരാജൻ്റെ സംസാര ശരീരഭാഷ പ്രകാശം ഒന്ന് ശ്രദ്ധിക്കൂ. അദ്ദേഹത്തിന് അസഹിഷ്ണുത കൊണ്ട് നിൽക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഏതുവഴിയെങ്കിലും നുഴഞ്ഞ് അധികാരമെന്ന് പറയുന്ന ആനപ്പുറത്തേക്ക് കയറാൻ വെമ്പൽ കൊള്ളുകയാണ് ശ്രീ EP ജയരാജൻ. അദ്ദേഹത്തിന് ആരെ കിട്ടിയാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും MLA ആണല്ലോ, ഒന്ന് മന്ത്രിയാവണം, ഇതാണ് ആഗ്രഹം. എന്നാൽ നിർഭാഗ്യവശാൽ എല്ലാവരും പുച്ഛിച്ച് തള്ളുകയാണ്. UDFിലെ മുഴുവൻ ആളുകളും ഒന്നിനു പുറകെ ഒന്നായി പുച്ഛിച്ച് തള്ളുകയാണ്. KPA മജീദ്, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പുച്ഛിക്കുകയാണ്. അപ്പോൾ അധികാരമില്ലാതെ നിൽക്കാൻ കഴിയാത്ത ഏറ്റവും തരംതാണ അവസ്ഥയിൽ CPM എത്തി നിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മുസ്ലിം ലീഗിനോടുള്ള ഈ ആവശ്യവും മുസ്ലിം ലീഗിൻ്റെ പരമപുച്ഛത്തോടുകൂടിയുള്ള ഈ നിലപാടും എന്നുള്ളത് ഈ CPM നേതാക്കന്മാർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ശ്രീ A. സജീവൻ, രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്തുമ്പോൾ മാത്രമാണ് കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയുക. ഇപ്പോൾ 2006 മുസ്ലിം ലീഗ് ഒഴികെയുള്ള മുസ്ലിം സംഘടനകൾ അത് ഏതാണ്ട് കോൺഗ്രസ് വിരുദ്ധ, UDF വിരുദ്ധ നിലപാടെടുത്തിരുന്നു. അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളിൽ ഒരു വിഭാഗം, NSSൻ്റെ ഒരു നിലപാട്, SNDPയുടെ ഒരു നിലപാട്. ഇന്നിപ്പോൾ ആ കക്ഷികളെല്ലാം തന്നെ പല കാരണങ്ങളാൽ UDFിനൊപ്പം കോൺഗ്രസിനൊപ്പം തന്നെയാണ്, വിട്ടുപോയിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്താൻ കേരളം പോലുള്ള സാമുദായിക ശക്തികൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് CPIM ശ്രമിച്ചാൽ അത് വലിയ തെറ്റാകുമോ? രാഷ്ട്രീയ ബലാബലം ഇല്ലാതാക്കാൻ വേണ്ടി, ആ ബലാബലത്തിലെ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് തെറ്റൊന്നുമല്ല. അത് എല്ലാ തലത്തിലും എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും അതിനുള്ള ശ്രമം നടത്താറുണ്ട്. ഇപ്പോൾ CPM, ഇപ്പം RSP, ഇപ്പോൾ ഇതിനിടയിൽ പ്രേമേന്ദ്രൻ CPMൻ്റെ നിലപാടുകൾ തള്ളിപ്പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് RSPയുടെ തന്നെ മറ്റ് പല നേതാക്കന്മാരും CPMൻ്റെ നിലപാടിന് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. JDUയുടെ തീരുമാനം അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ അടർന്നു നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ മനംമാറ്റത്തിന് തയ്യാറാവുന്ന ആളുകളെ ഇപ്പുറത്തേക്ക് മാറ്റിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. അതുതന്നെയാണ് കഴിഞ്ഞ തവണയും നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പത്തെ തവണ, അതായത് JDU ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇപ്പുറത്തേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ CPMനകത്തുണ്ടായിരുന്നൊരു പ്രശ്നം, ഒരു സീറ്റ് തർക്കം, കോഴിക്കോട് സീറ്റിൻ്റെ പേരിലുണ്ടായൊരു തർക്കം, ആ തർക്കത്തിൽ ഇടഞ്ഞു നിന്ന ജനതാദളിനെ മറുപുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത് UDF ചെയ്തതിൽ അത് അന്ന് ചെയ്ത് തെറ്റാണോ ധാർമ്മികതയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ധാർമ്മികതയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണ്. കാരണം അവർക്ക് ചെയ്യാവുന്നതാണ്. മറുപുറത്തുണ്ടാവുന്ന ഓരോ അനൈക്യവും അസംതൃപ്തിയും ഒക്കെ എത്രമാത്രം തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റാൻ പറ്റുമോ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു പാർട്ടിയും ഏതൊരു മുന്നണിയും ശ്രമിക്കേണ്ടത്. ഇപ്പോൾ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതിലൊരു പക്ഷേ അവർ JDUവിൻ്റെ കാര്യത്തിലോ RSPയുടെ കാര്യത്തിലോ ഒക്കെ പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്തേക്കാം. ഒരുപക്ഷെ ലീഗ് ഇപ്പോൾ നടത്തുന്ന പ്രതികരണമായിരിക്കില്ല പിന്നീട് നടത്തുക. ഒരുപക്ഷെ ലീഗ് പൂർണ്ണമായിട്ടും CPMനെ തള്ളിക്കളഞ്ഞെന്ന് വരാം. എന്നാൽ പോലും ഈ ഒരു ശ്രമം നടത്തുന്നത് ഏതൊരു പാർട്ടിയും നടത്തുന്നതാണ്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. അതിന് നമ്മൾ ഒറ്റയടിക്കാൻ തള്ളിക്കളയുന്നതിന് വ്യക്തമാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എന്തുകൊണ്ടാണ് 87-ലെ അന്തസ് അത് ഉയർത്തിപ്പിടിക്കാൻ CPMന് കഴിയാതെ പോകുന്നത്? നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിലെ അഴിമതിക്കെതിരെ സമരം ചെയ്ത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ഒപ്പം നിർത്തി യാതൊരുവിധ
അടിവലിവുകളുമില്ലാതെ ഞങ്ങളൊരു മുന്നണിയാണ്, ഞങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്, ഞങ്ങളൊരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന മുന്നണിയാണ് എന്ന അന്തസ്സോടെ KM മാണി പോകട്ടെ, തള്ളിപ്പറഞ്ഞ JDU പോകട്ടെ, ഇടയ്ക്ക് വെച്ച് വഞ്ചിച്ച് കോൺഗ്രസിനൊപ്പം പോയ RSP പോകട്ടെ, പക്ഷെ ജനസാമാന്യം അവർ ഒപ്പമാണ് എന്ന അന്തസ്സോടെ രാഷ്ട്രീയം നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയാതെ പോകുന്നത് CPIM-ന് അത് സംബന്ധിച്ച് കേരളത്തിൽ ഒരു വ്യക്തമായ രാഷ്ട്രീയ ലൈൻ ഇല്ലാത്തത് കൊണ്ടാണോ? CPIM-ന് വ്യക്തമായ രാഷ്ട്രീയ ധാരണയുണ്ട്. ഇടതുപക്ഷ മുന്നണിക്ക് ഇന്നുള്ള അതിനകത്തുള്ള കക്ഷികളെ നിലനിർത്തിക്കൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങളുടെ വികാരം ഉയർത്തിക്കൊണ്ടുവന്ന് അധികാരത്തിലെത്താൻ കഴിയുമെന്ന പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഈ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മയുടെ ഫലമായി ആ മുന്നണിയിൽ നിന്നിരുന്ന തന്നെ ഒട്ടേറെ ആളുകൾ വിട്ട് പ്രതിപക്ഷത്തോട് വന്ന് സഹകരിക്കാൻ തയ്യാറായി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, അതുപോലുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അധികാരത്തിലെത്താൻ കഴിയുന്ന പൂർണ്ണമായ വിശ്വാസം. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, അങ്ങനെ ഒരു പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന്, നമുക്കെല്ലാവർക്കും അറിയാം, താങ്കൾക്കും അറിയാം, മാണിയുടെ അടുത്ത് ബാലകൃഷ്ണപിള്ളയെ ഒപ്പം ഇരുത്തുന്നു, RSPയുടെ അടുത്തേക്ക് വീണ്ടും പോകുന്നു, അവർ അപ്പോൾ ഭയക്കുന്നു, JDU-വിനോട് ചർച്ച ചെയ്യാൻ പോകുന്നു, അപ്പോൾ വെറുതെ ചായ കുടിക്കുകയാണെന്ന് പറയുന്നു, വീണ്ടും വീരേന്ദ്രകുമാർ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നു, UDF-ന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന. എന്തിനിങ്ങനെ നിങ്ങൾ അപ്പറെ കണ്ണു നട്ടിരിക്കുന്നു ഒപ്പം നിൽക്കുന്ന ജനങ്ങളെ ശക്തമാക്കാതെ? ഞങ്ങൾ ആരെയും കണ്ണുനീട്ട് വെച്ചില്ല. അവരോരോരുത്തർ വന്നിട്ട് അവർക്ക് അവിടെ മടുക്കുമ്പോ ഇവിടെ വന്ന് പറയാണ് ഞങ്ങൾ LDF-ൽ നിന്നപ്പോ ഇത്രയും കഷ്ടത ഉണ്ടായിരുന്നില്ല, അവിടെ പോയിട്ട് ഒരുത്തരും ചെവിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടെ വിടുന്ന അവര് പറഞ്ഞു കിടക്കുന്നതാണ്. മാണിക്ക് മുഖ്യമന്ത്രിയാകാൻ മോഹമെന്ന് മാണി പറഞ്ഞു കിടക്കുന്നതാണ്. ഇവിടെ CPM-ഓ ഇടതുപക്ഷ പാർട്ടികളോ ഒരാളെയും ഇപ്പുറത്ത് വന്ന് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കാൻ ഈ മുന്നണിയിൽ വരൂ വിളിച്ചിട്ടില്ല. ഇത് അവിടെ മടുക്കുമ്പോ അവരെടുത്ത് വിളിച്ചാടാൻ നോക്കുന്നതാണ്. അതിനപ്പുറമായിട്ട് ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ഇടതുപക്ഷ മുന്നണിക്ക് വ്യക്തമാണ്. അധികാരത്തിൽ ഇരിക്കുന്നവരുടെ മടുപ്പാണോ അതോ അധികാരം കിട്ടാത്തവരുടെ മടുപ്പാണോ? ഏതാണ് ഈ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ സണ്ണി ജോസഫ് MLA, ശ്രീ A സജീവൻ, ശ്രീ KM ഷാജഹാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.